ഫ്രിഡ്ജുകളിലെ രാജാവ് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രിഡ്ജുകളുടെ ആഡംബര രാജാവ് GE എന്ന് പറഞ്ഞ ഫ്രിഡ്ജാണ്. ജനറൽ ഇലക്ട്രോണിക്സിൻ്റെ ഫ്രിഡ്ജാണ്. അതായത് കൂടുതലും വിദേശ രാജ്യങ്ങളിലാണ് ഈ ഫ്രിഡ്ജ് ഉള്ളത്. നാട്ടിലെ വില വരുമ്പോഴത്തേന് ഏകദേശം ഒരു 2.5 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ഫ്രിഡ്ജിന് വില വരും. അപ്പോൾ ഈ ഫ്രിഡ്ജിൻ്റെ കംപ്ലയിൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ കംപ്രസർ ഫെയിലിയർ ആയതാണ്. കാരണം നമ്മുടെ കേരളത്തിലെ വോൾട്ടേജുകൾ കൂടിയും കുറഞ്ഞും വന്ന് നിൽക്കും. അതുപോലെ തന്നെ വന്നും പോവുകയും വന്ന് നിൽക്കും. കാരണം കൂടുതലും കംപ്രസർക്ക് തകരാറ് വരാൻ സാധ്യതയുണ്ട്. കൺട്രോൾ ബോർഡ് ഉണ്ടെങ്കിൽ പോലും മാക്സിമം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ബോർഡ് സഹായമാവുമെങ്കിലും കാലക്രമേണ കംപ്രസറിന് ഡാമേജ് വരാം. അപ്പോൾ നമ്മൾ കംപ്രസർ ചേഞ്ച് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ കംപ്രസർ ചേഞ്ച് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറേ പണിയുണ്ട് ഫ്രിഡ്ജിൽ. സാധാരണ നമുക്കൊരു കംപ്രസർ കിട്ടുവാണെങ്കിൽ കട്ട് ചെയ്തിട്ട് പെട്ടെന്ന് കംപ്രസർ കയറ്റുന്ന ജോലി അധികം പഴക്കമില്ലാത്ത ഫ്രിഡ്ജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്രസർ കട്ട് ചെയ്ത് തിരിച്ച് കംപ്രസർ അതുപോലെ സെറ്റ് ചെയ്ത് വാൽവ് അടിച്ച് നമുക്ക് ഗ്യാസ് ഫില്ല് ചെയ്യാൻ പറ്റും. പക്ഷേ ഒരു 10-15 വർഷം പഴക്കം ചെന്ന ഫ്രിഡ്ജുകളിലാണെങ്കിൽ കംപ്രസർ നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ ആ കംപ്രസറിനുള്ളിലെ ഓയിലുകൾ കൂളിംഗ് കോയിലിലേക്ക് കയറാം. അതുപോലെ തന്നെ കണ്ടൻസർ കോയിലിലേക്ക് കയറാം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഓയിൽ പുറത്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് നമ്മൾ കണ്ടൻസർ കോയിലും അതിൻ്റെ ഇവാപ്പറേറ്ററും നമ്മൾ കൃത്യമായി ക്ലീൻ ചെയ്ത് CTC തിന്നറോ ഉപയോഗിച്ചിട്ടാണ് കൂടുതലും ആളുകൾ ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എയർ കംപ്രസർ ഉപയോഗിച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അതിനും തിന്നറായിരിക്കും കൂടുതൽ ഉപയോഗിക്കുന്നത്. തിന്നർ ഉപയോഗിക്കുമ്പോഴത്തേന് അകത്തുള്ള മോയ്സ്ചറൈസേഷൻ ഉൾപ്പെടെ പുറത്തേക്ക് പോകും, ഉണ്ടെങ്കിൽ മാത്രം. അതുപോലെ തന്നെ ഇത് നമ്മളിപ്പോൾ ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അതായത് കണ്ടൻസർ കോയിലിനെ ആദ്യം ക്ലീൻ ചെയ്യുകയാണ്. കണ്ടൻസർ കോയിൽ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇവാപ്പറേറ്ററും ക്ലീൻ ചെയ്ത് രണ്ടും കൂടെ ക്ലീൻ ചെയ്തിട്ട് നമ്മൾ കംപ്രസർ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ച് നല്ല കൂളിംഗ് എഫിഷ്യൻസി നമുക്ക് കിട്ടും. ഇപ്പോൾ കണ്ടൻസറിനകത്ത് വരുന്ന പൈപ്പ് എന്ന് പറഞ്ഞാൽ ഫുള്ള് കോപ്പറാണ്. ഏകദേശം ഒരു 30 മീറ്ററോളം അതിനകത്തുള്ള പൈപ്പിന് നീളം ഉണ്ടാവാനാണ് സാധ്യത. കാരണം നമ്മൾ ഏകദേശം ഒരു 1.5 ലിറ്റർ തിന്നറാണ് ഇതിലൂടെ നമ്മൾ കയറ്റി വിടുന്നത്. അതിനുശേഷം നമ്മൾ CTCയും കൂടെ കയറ്റി വിടുക. CTC കയറ്റി വിടുമ്പോഴത്തേന് കംപ്ലീറ്റ് അതിനകത്തുണ്ടാകുന്ന ചെറിയ കാർബൺ പോലും പുറത്ത് പെട്ടെന്ന് തന്നെ പുറത്തു പോകും. അപ്പോൾ നമ്മളിത് കണ്ടൻസറിൽ നിന്ന് ഫ്ലഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകം ഒരു പൈപ്പ് നമ്മൾ അടിക്കുക. അത് കോട്ടറിൻ്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത്. അതിച്ചിരി നല്ല വിലയുണ്ട്. കോപ്പറിന് എപ്പോഴും നല്ല വില വരും. അപ്പോൾ നമ്മളിത് കോപ്പറിൻ്റെ പൈപ്പ് ഇതിൽ ജോവിൻ്റെ നല്ലപോലെ അടിച്ചതിന് ശേഷം നമ്മൾ എക്സ്ട്രാ ഒരു വാൽവ് കണക്ട് ചെയ്യും. വാൽവ് കണക്ട് ചെയ്തിട്ടാണ് അതിലൂടെ നമ്മൾ തിന്നർ കയറ്റി വിടുന്നത്. ഇതിപ്പോൾ ഞാൻ തിന്നർ കയറ്റി വിടുകയാണ്. ഇതിനകത്ത് ഏകദേശം അതിന് നമ്മളൊരു സിറിഞ്ചിൻ്റെ ഒരു ഇത് കിട്ടുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന്, അതായത് ചാർജിംഗ് കൊടുക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിങ്ങനെ ഇറങ്ങി അങ്ങ് പൊക്കോളും. അപ്പോൾ ഈ പൈപ്പിനകത്തൂടെ തിന്നർ ഇറങ്ങിയിട്ട് ഉള്ളിൽ ചെന്നിട്ട് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിവിടെ സ്റ്റോപ്പ് ആവും. ഇവിടെ സ്റ്റോപ്പായിട്ട് നിൽക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഹൈ പ്രഷർ കൊടുക്കേണ്ടി വരും. ഇത് അങ്ങനെ സംഭവിച്ചില്ല. പക്ഷേ കംപ്രസറിൽ നല്ല അധികമായിട്ട് ഓയിൽ ഇതിനകത്തോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇത് ഫ്ലഷ് ചെയ്യാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് തിന്നറാണ്. തിന്നർ ഉപയോഗിച്ചതിന് ശേഷമാണ് നമ്മൾ CTC യൂസ് ചെയ്യുന്നത്. CTC ലാസ്റ്റേ യൂസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ തിന്നർ നമുക്ക് ഏകദേശം ഒരു 2 ലിറ്റർ തിന്നർ വേണ്ടി വന്നു ഇതിന് പൈപ്പിന്. കാരണം ഏകദേശം 30 മീറ്ററോളം നീളമുണ്ട് ഇതിനകത്തുള്ള പൈപ്പുകൾക്ക്. നമുക്ക് ലെങ്ത് ഏകദേശം അറിയാൻ പറ്റും. കാരണം ഇത് ലിക്വിഡ് ഒഴിക്കുന്ന സമയത്ത് നമുക്ക് അറിയാൻ പറ്റും മാക്സിമം എത്രയൊക്കെ ഉണ്ടെന്ന്. കാരണം 700 ലിറ്റർ ഫ്രിഡ്ജിന് വരുമ്പോഴത്തേനും ഒരുപാട് ലെങ്തിന്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫ്ലഷ് ചെയ്തെടുക്കുന്ന ഒരു പ്രക്രിയയാണിത്. കാരണം അതിനകത്തുള്ള വേസ്റ്റ് എല്ലാം ഇങ്ങനെ പുറത്തോട്ട് നമ്മൾ എടുക്കുകയാണ്. ഒരു തവണയല്ല, ഒരു 2-3-4 തവണയെങ്കിലും നമ്മൾ എടുക്കണം. എടുത്താൽ മാത്രമേ അത് അത്രത്തോളം ക്ലീൻ ആവത്തുള്ളൂ. ഇവാപ്പറേറ്റർ ഉൾപ്പെടെ നമ്മൾ ക്ലീൻ ചെയ്ത് ഇനി പുറത്തേക്ക് എടുക്കുകയാണ്. അതിനുശേഷം മാത്രമേ നമ്മൾ ക്യാപ്പിലറി എന്ന് പറഞ്ഞൊരു ഓപ്ഷൻസ് നമ്മൾ അടിക്കത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇളക്കിയപ്പോൾ തന്നെ നമ്മൾ ലാസ്റ്റ് CTC യൂസ് ചെയ്തപ്പോഴത്തേന് അകത്തുള്ള കാർബൺ എല്ലാം ഇനി പുറത്തു വന്നു. അപ്പോൾ ആ കുപ്പിക്കകത്ത് കാണുമ്പോൾ മനസ്സിലാവും അതിനകത്തുണ്ടായിരുന്നൊരു കാർബണാണ്. അത് കംപ്ലീറ്റ് പുറത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ രണ്ടാമത് ക്യാപ്പിലിട്ട് സെറ്റ് ചെയ്യുവാണെങ്കിൽ ചോക്ക് ഓപ്ഷൻ, അതായത് ബ്ലോക്ക് ആവാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നമ്മളിതിപ്പം കണ്ടൻസർ ക്ലീൻ ചെയ്തതോടൊപ്പം തന്നെ ഇതിൻ്റെ ഇവാപ്പറേറ്റർ നമ്മൾ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് ശേഷമാണ് ക്യാപ്പിലറി ചെയ്യുന്നത്. ക്യാപ്പിലറി സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. കാരണം ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ബോഡി നമ്മൾ ഇതേപോലെ നമ്മൾ കവറൊക്കെ വെച്ചിട്ട് അടച്ചിട്ടാണ് ചെയ്യുന്നത്. കാരണം ബോഡിക്ക് ചെറുതായിട്ട് ചൂട് ഏറ്റ് കഴിഞ്ഞാൽ പെട്ടെന്ന് പ്ലാസ്റ്റിക് ഉരുകി കംപ്ലീറ്റ് ഉരുകി പോകും. ചിലപ്പോൾ പഫിന് തീ പിടിച്ചാൽ പോലും ഫ്രിഡ്ജ് നമുക്ക് അണയ്ക്കാൻ പറ്റില്ല, തീ പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ക്യാപ്പിലറി നല്ല സുരക്ഷിതമായിട്ട് തന്നെ ക്യാപ്പിലറി അടിച്ച് അപ്പോൾ അതിനകത്ത് ഇൻലെറ്റ് പൈപ്പിൽ കൂടെ നമ്മൾ ക്യാപ്പിലറി ഇങ്ങി പുറത്തിറക്കിയിട്ടുണ്ട്. അതാകുമ്പോൾ സേഫായിട്ട് വരും. ബോഡി പുറത്തുകൂടെ ഇറക്കി കഴിഞ്ഞാൽ ബോഡിയൊക്കെ കിഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിന് ഡാമേജ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിന് യാതൊരുവിധ ഡാമേജും ഉണ്ടാവാത്ത രീതിയിൽ ഇറക്കി. അതിനുശേഷം നമ്മുടെ കംപ്രസർ എത്തിയിരിക്കുകയാണ്. കംപ്രസർ കൊറിയർ വഴി നമുക്ക് വരും. നമ്മളിതിൻ്റെ മോഡലും മറ്റ് നമ്പറുകളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് ആ കംപ്രസർ നമുക്ക് ഇങ്ങനെ എത്തിച്ചേരും. അപ്പോൾ നമ്മൾ കംപ്രസർ നമ്മൾ കട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്തോട്ടേക്ക് വെക്കാൻ പോകുക. അപ്പോൾ കംപ്രസർ ഇടുമ്പോൾ കംപ്രസറിൻ്റെ കൂട്ടത്തിൽ തന്നെ, അതായത് ഫ്രിഡ്ജിൻ്റെ മോട്ടറാണിത്, ഫ്രിഡ്ജ് കംപ്രസറിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് റിലേ, സ്റ്റാർട്ടർ, കപ്പാസിറ്റർ, ഓവർലോഡ്, ഇതെല്ലാം ഓവർലോഡ് എന്ന് പറഞ്ഞാൽ OLP പ്രൊട്ടക്ടർ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരും. അതോടൊപ്പം തന്നെ കംപ്രസറിനകത്ത് ഈ കാണുന്ന കപ്പാസിറ്റർ, അതുപോലെ ഇപ്പം തന്നെ അതിൻ്റെ റിലേ, ഓവർലോഡ് പ്രൊട്ടക്ടർ ഉപയോഗിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ കംപ്രസറിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയാണ്. ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജൊക്കെ വന്നു കഴിഞ്ഞാൽ
പ്രൊട്ടക്ടർ താങ്ങിക്കോളും. മാക്സിമം ഹൈ ആംബിയറിനെയൊക്കെ പിടിച്ചിരുത്താനാണ് പ്രൊട്ടക്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കംപ്രസർ ഇരിക്കുന്നുണ്ട്, കാരണം ഇച്ചിരി മറ്റുള്ള ഫ്രിഡ്ജിനെ അപേക്ഷിച്ച് കുറച്ച് വലിയ ഒരു കംപ്രസറാണ്. ഇപ്പോൾ ഇതിനകത്ത് ആൾറെഡി നമുക്ക് തുറക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കാം, അത് ഇതിനകത്ത് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കാരണം കംപ്രസറിൻ്റെ ഒരു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഗ്യാസ് ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് കംപ്രസർ വെക്കുന്ന ബേസ് ഭാഗം. അപ്പോൾ ഇതിനകത്ത് 4 ഗ്രോമേറ്റിലാണ് കംപ്രസർ ഇരിക്കുന്നത്. കാരണം എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഫ്രിഡ്ജിന് വലിയ വൈബ്രേഷൻ ഉണ്ടാവാതിരിക്കാനാണ് ഗ്രോമേറ്റ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നെ ഡ്രെയിനേജ് ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ബേസ് ഉൾപ്പെടെയാണ്. ആ ബേസിനകത്ത് വീണ്ടും വെള്ളം ഓട്ടോമാറ്റിക് ആവിയായിട്ട് പോവുകയാണ്. ഏകദേശം ഒരു 10 ലിറ്റർ വെള്ളം പോലും താങ്ങാനുള്ള ശേഷി ഈ കംപ്രസർ ബേസിന് ഈ ഫ്രിഡ്ജിന് ഉണ്ട്. അപ്പോൾ നമ്മൾ കംപ്രസർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കംപ്രസറിന് ജോയിൻ്റ് അടിക്കുക എന്ന് പറയുന്നത് ചെറിയ പണിയല്ല, നല്ല ടാസ്ക്കാണ്. കാരണം ലീക്ക് ഇല്ലാതെ ജോയിൻ്റ് അടിക്കണം. ചിലപ്പോൾ ജോയിൻ്റ് അടിച്ചിട്ട് ലീക്ക് ടെസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് നമ്മൾ ലീക്ക് ഇല്ലാതെ അടിക്കുക എന്നുള്ളൊരു രീതിയാണ്. അപ്പം നമ്മുടെ എഞ്ചിനീയർ ലീക്ക് ടെസ്റ്റ് ചെയ്യുന്നത് വളരെയധികം ശ്രദ്ധാപൂർവമാണ് ജോയിൻ്റ് അടിക്കുന്നത്. ഏകദേശം ഒരു അടിച്ച് ശീലമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിവേഗത്തിൽ അത് ചെയ്യാൻ സാധിക്കും. ചില ആളുകളൊക്കെ ആണെങ്കിൽ വളരെയധികം സ്ലോയിലായിരിക്കും, അടിച്ചതിന് രണ്ടാമത് ലീക്കൊക്കെ വരും, പിന്നെ വീണ്ടും അതിനെ ക്ലിയർ ചെയ്യും. നമ്മൾ ലീക്ക് വരുന്ന എല്ലാവർക്കും ലീക്കൊക്കെ വരാറുണ്ട്. പക്ഷേ നമ്മൾ ലീക്ക് ഇല്ലാതെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഗ്യാസ് ലീക്ക് ആവത്തില്ല, നമുക്ക് പണി എളുപ്പവും, പിന്നെ രണ്ടാമത് പിന്നെ ഇളക്കേണ്ട അവസ്ഥ വരത്തില്ല. അപ്പോൾ നമ്മൾ ഡ്രയർ കൊടുത്തത് സിലിക്ക ഡ്രയറാണ്. ഈർപ്പം വല്ലതും ഉണ്ടെങ്കിൽ അതിനകത്ത് പിടിച്ച് നിൽക്കാൻ വേണ്ടി ഒരു സിലിക്ക ഡ്രയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫിൽറ്ററിലേക്കുള്ള ജോയിൻ്റ് അടിക്കുകയാണ്. ഫിൽറ്ററിൽ നമ്മൾ ജോയിൻ്റ് അടിക്കുമ്പോൾ ഒരു കാര്യം, എയർ സർക്കുലേഷൻ ചെയ്യാനുള്ളൊരു വളരെ ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വാക്കം കുറച്ച് നേരം ആദ്യമേ തന്നെ ഒരു ഫസ്റ്റ് ഒരു റയർ വാക്കത്തിൽ ഒന്ന് ചെയ്തതിന് ശേഷം മാത്രമേ ഫിൽറ്റർ അടിക്കത്തുള്ളൂ. അപ്പോൾ കണ്ടൻസറിനകത്ത് എയർ പുറത്ത് പോവുകയാണെങ്കിൽ, ഫിൽറ്റർ അടിക്കുകയാണെങ്കിൽ എയർ തള്ളത്തില്ല. എയർ തള്ളാതിരിക്കുകയാണെങ്കിൽ നമുക്ക് അതിവേഗത്തിൽ നമുക്ക് ഫിൽറ്റർ ഇങ്ങനെ ജോയിൻ്റ് അടിച്ച് എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഫിൽറ്റർ ഒന്ന് കൃത്യമായിട്ടൊന്ന് ജോയിൻ്റ് അടിക്കുകയാണ്. ജോയിൻ്റ് അടിക്കുമ്പോൾ ഒരു പ്രത്യേക കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുമ്മള പോലെ പൊങ്ങുന്നത് അത് ചിലത് കാർബൺ പോലെ ഫ്ലെക്സ് അധികമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോയിൻ്റ് പിടിക്കത്തില്ല. ഫ്ലെക്സ് നല്ല പഴുക്കണം, നല്ല ചൂടായാലും മാത്രമേ. അപ്പോൾ ഡോർ നമ്മളൊന്ന് സെറ്റ് ചെയ്യണം. കാരണം ബാക്കി ജോയിൻറ്റുകളെല്ലാം അടിച്ചു കഴിഞ്ഞു. ഡോറിന് ഏകദേശം 10-18 കിലോളം വെയിറ്റ് വരുന്നുണ്ട്. ഇരുമ്പിൻ്റെ ഡോറാണ് വരുന്നത്. അത്രയ്ക്ക് സേഫ്റ്റിയാണ് ഈ ഫ്രിഡ്ജുകൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡോർ സെറ്റ് ചെയ്ത് വാക്കത്തിലേക്ക് ഇട്ടു. വാക്കത്തിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ പരിപാടിയാണ്. ഗ്യാസ് നമ്മൾ കുറേശ്ശെ ഒന്ന് കയറ്റി വിടും. കാരണം വാക്കമെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസിൻ്റെ ഇടുന്ന ജോലിയാണ്. ഗ്യാസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇപ്പം നമ്മൾ ഗ്യാസ് ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ഇടുകയാണ്. അതായത് 600 എന്ന് പറഞ്ഞൊരു വാതകമാണ് ഇതിനകത്ത് വരുന്നത്. നമ്മൾ കുറേശ്ശെ ഒന്ന് ഗ്യാസ് ഒന്ന് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗ്യാസ് കൃത്യമായിട്ടെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ ഫ്രിഡ്ജ് ഒന്ന് ഡോറൊന്ന് തുറന്ന് നോക്കാം. പിന്നെ ഏകദേശമൊക്കെ കൂളിംഗ് ഒക്കെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഡോർ അങ്ങ് അടച്ചിട്ടുണ്ട്. കാരണം ഒരു 5 മിനിറ്റ് കൊണ്ട് ആ ലിൻഡ് മൊത്തത്തിൽ, കാരണം സാധാ ഇവാപ്പറേറ്ററല്ല, ലിൻഡ് ഇവാപ്പറേറ്ററായി വരുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഐസ് ഫോം. അപ്പോൾ ഇതിനകത്ത് കംപ്ലീറ്റ് കാണുന്ന മൊത്തം ഐസാണ്. ഒരു 5 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ഐസ് പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ, അതായത് ഇതിൻ്റെ ക്യാപ്പും മറ്റ് സാധനങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആവും. അപ്പോൾ നമ്മൾ ഗ്യാപ്പെല്ലാം സെറ്റ് ചെയ്ത്, പിന്നെ ഇതിൻ്റെ അടുത്ത് രണ്ടാം ഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കട്ട് ഓഫ് സിസ്റ്റമാണ്. കട്ട് ഓഫ് ഡിസ്പ്ലേ ഇതിൻ്റെ വർക്ക് ചെയ്യാത്തത് കൊണ്ട് നമുക്ക് കട്ട് ഓഫ് ഡിസ്പ്ലേ ഉണ്ടായാൽ മാത്രമേ കട്ട് ഓഫ് ആവത്തുള്ളൂ. അപ്പോൾ ഡിസ്പ്ലേ ഇല്ലാതെ എങ്ങനെ കട്ട് ഓഫ് ചെക്ക് ചെയ്യാന്നുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ ഒരു ബോർഡിൻ്റെ എഞ്ചിനീയറാണ്. കാരണം സൗദിയിൽ ഈ ഫ്രിഡ്ജ് മാത്രം പണിഞ്ഞുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ അദ്ദേഹം തന്നെയാണ്. അപ്പം ആ ഡിസ്പ്ലേ ഇല്ലാതെ തന്നെ ഫ്രിഡ്ജിനെ എങ്ങനെ സെൻസറിലൂടെ തന്നെ കട്ട് ഓഫ് ആവാം എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അത് നമ്മൾ സെൻസർ സെറ്റ് ചെയ്തു. ആ ഭാഗം നമ്മൾ അങ്ങനെ ഫ്രിഡ്ജ് എല്ലാം പെർഫെക്റ്റ് കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. താങ്ക് യു വെരി മച്ച്. അപ്പം അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും.